ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു യാത്രയിലാണ്. ഒരുപാട് കുറച്ച് ദൂരം പോകണം. അപ്പം ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല. രാവിലെ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ച് വരുമ്പോഴാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ്. ഒരു ജ്യൂസും പറഞ്ഞിട്ടുണ്ട്, ഗ്രേപ്പ്. അപ്പോൾ അതുകൂടെ കഴിച്ചിട്ട് എന്ത് ചെയ്യണം, ഇവിടുന്ന് പോകണം. പക്ഷെ നല്ലൊരു സ്പേസാണ് ഇവിടെ. കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളെ കടത്താനുള്ളൊരു തൊട്ടിയൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഇരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ അതനുസരിച്ച് അവർ ഫുഡ് അപ്പം തന്നെ നമുക്ക് കുക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു. എല്ലാം ഫ്രഷാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. എല്ലാം കൊണ്ട് കുഞ്ഞൊരു ഇതാണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പോകുന്ന ഒരു ഹോട്ടലാണിത്. അപ്പം എൻ്റെ ഏട്ടാ ഞാൻ കഴിക്കട്ടെ, ചൂട് പോവും, കഴിക്കട്ടെ. ബ്രദർ അതെ, ഇത് ഗോബി മഞ്ചൂരി ഫ്രഷ് ചൂട് വറുക്കണം. കഴിച്ചോ. ഇത് നമ്മുടെ ബ്രദർ, പേരെന്താ? അബി തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ. അബി ഇവിടെ വർക്ക് ചെയ്യുന്നത്. ദേവലോകം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം കേട്ടോ. അബിയാണ് നമുക്ക് ഇന്ന് മോർണിംഗിൽ വന്നപ്പോൾ തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് തന്നു. താങ്ക്സ് അബി, താങ്ക് യു. ഓക്കെ താങ്ക് യു. അടിപൊളി, സൂപ്പർ. നല്ല പയ്യന്മാരാണ് ഇവിടെ നടക്കുന്നത്. അതെ 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 അതെ, മലപ്പുറം ഉള്ള ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നത്. നല്ല നല്ല ഫുഡാണ്, നല്ല ചൂട് ഗോബി മഞ്ചൂരിയ. അതെ, ചൂട് ഭക്ഷണം, ഫ്രഷാണല്ല കേട്ടോ. പിന്നെ അതുമല്ല അധികം എക്സ്പെൻസീവ് ഇല്ല, ചുരുങ്ങിയ പൈസകളാണ്, ഒരുപാട് പൈസകളൊന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും വരിക. മലബാർ മാജിക്കൽസ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പം അങ്ങനെയുണ്ട്, സൂപ്പർ, അടിപൊളി, ചൂട. നല്ല ചൂടാണ്, നല്ല ചൂടുണ്ട്, നല്ല സുഖമുണ്ട്. മഴയല്ലേ, കഴിക്കാൻ നല്ല ഈ കുരുമുളകിൻ്റെയും ഒക്കെ ഫ്ലേവറും ഒക്കെ നല്ല സുഖമുണ്ട് കഴിക്കാൻ. കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ചിക്കനാണെന്ന്. ചിക്കനൊന്നുമല്ല, ഗോബി മഞ്ചൂരിയൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് അവർ ഉണ്ടാക്കണം. വെജിറ്റേറിയൻ ആട്ടോ, ചെറുതും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ കർക്കിടക മാസം ഇന്നലെ വാവായിരുന്നു, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ കർക്കിടക മാസം. പിന്നെ ചിങ്ങമാസമായി, അപ്പോഴൊക്കെ ഞങ്ങൾ വെറുതെ കുറച്ച് ദിവസത്തേക്ക്. അതുകൊണ്ടാണ് ഈ ജ്യൂസൊക്കെ എന്ത് ചെയ്യുന്നത് കഴിക്കുന്നത്. ചില സമയത്ത് ടയേർഡാവും, അതുകൊണ്ടാണ് ജ്യൂസ് കഴിക്കുന്നത്. അല്ലാണ്ട് അതെ, ബോഡി റീഫ്രഷ് ആണെങ്കിൽ ജ്യൂസ് കഴിക്കണമെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കഴിക്കും. വീട്ടിലാണെങ്കിൽ വലിയ ഫുഡുകളൊന്നും നമ്മൾ കഴിക്കുന്നില്ല, വ്രതമായതുകൊണ്ട്. അതെ, കൂടുതൽ ഇതാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് നല്ലോണം വിശക്കുകയും ചെയ്തുകൊണ്ട് ചൂടുമാണ്, തിന്നാൻ പറ്റുന്നില്ല. അധികം കഴിക്കും. അപ്പം എനിക്ക് വിശക്കൂലേ? ഇതൊക്കെ കഴിച്ചാലല്ലേ നേരിടാൻ പറ്റും. വിവരമില്ലാത്ത ആൾക്കാരെ കൂടി, എനർജി കുറെ വിവരമില്ലാത്ത കുറെ ആളുകൾ. ജമ്മോ
ഉടായിപ്പ് പാസ്റ്റർമാരെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ആളുകളെ പറ്റിക്കുന്ന കുറെ വർഗം. അതിനൊരു ഉഡായിസത്തിന് പോയിക്കൂടെ? ചിരിച്ചുകൊണ്ട് കഴുത്തറച്ചു. അടിപൊളി, സൂപ്പർ. നല്ല നല്ല ചൂടുമുണ്ട്, വിശപ്പുണ്ട്. ആ ചൂടിനങ്ങാട് ഇത് കൊള്ളാം, നല്ലുണ്ട്. കുരുമുളകിന്റെ ഒക്കെ ഫ്ലേവർ നല്ല സൂപ്പറാ. ഇത്രയും പ്രതീക്ഷിച്ചില്ല. പിന്നില്ലേ പൊറോട്ട ഡ്രൈ, നല്ല ഡ്രൈ, രണ്ടെണ്ണം ചൂടോടെ എടുത്തു. ഞങ്ങൾ വളരെ ശാന്തരാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും വളരെ ശാന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശാന്തതയാണ്. എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യവും നല്ല എല്ലാ ലെവലും കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം വളരെ ശാന്തി എടുത്ത് വളരെ ഏറ്റവും സമാധാനപരമായിട്ട് ഏറ്റവും മനസ്സമാധാനത്തോടെ പോകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും പറയും, അതിനാണ് ഞങ്ങൾ ഈ പ്രകൃതിക്കായിട്ട് കൂടുതൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചൊറിയാൻ വന്ന എന്ത് ചെയ്യത്തില്ല, എന്നെ ചൊറിയാൻ വന്ന് ഞാൻ വിടൂല. അതാരെയും എന്നുവെച്ചാൽ ഞാൻ ആരെയും ചൊറിയാൻ പോകാറില്ല. പക്ഷെ എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഞാനൊക്കെ സമ്മതിക്കുള്ളൂ. പൊറോട്ട ഫ്രൈ പൊറോട്ട ഫ്രൈ ചൂടാണ്, ചൂട് പൊറോട്ട അവിടെ വെച്ചോ. നല്ല ഗ്രേവി, പച്ചമുളക്, ഇത് കണ്ണാണ് കഴിക്കട്ടോ. പൊറോട്ടയും കൂടെ വന്ന മനസ്സിൽ ചോറ് കഴിച്ചിട്ട് മതിയായിട്ട് കഴിച്ചു. ഇനി നമ്മളിപ്പോൾ ഒന്ന് കഴിക്കാൻ നിർത്തത്തില്ല വേണ്ടി കഴിച്ചിട്ട് എന്ത് ചെയ്യാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ എടുത്തില്ല. പിന്നെ ഒരു കാര്യം, എനിക്ക് ആരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. വേണമെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് എന്നെ ഞാൻ എന്താണെന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, എൻ്റെ ക്യാരക്ടറും എൻ്റെ സ്വഭാവവും എല്ലാം എന്ത് ചെയ്യാം, എൻ്റെ ഒരു ചലനങ്ങളും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ആര് വന്ന് കുതിര പറഞ്ഞാലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഉടായ്പ് നടക്കത്തില്ല. നടക്കുമോ കണ്ണു? ഒന്നും നടക്കൂല, അത്രേ ഉള്ളൂ. നടത്തേയില്ല. പിന്നെന്താ ഇപ്പം ഇത്രയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. കുറച്ചൊരു സമാധാനം എനിക്ക് വേണം, കുറച്ചൊരു സാവകാശം വേണം. അപ്പോൾ എന്താ ഈ പറയണതിൻ്റെ കാര്യം എന്നുള്ളത് വീഡിയോയിൽ നമുക്ക് പറയാം. നിങ്ങളും എൻ്റെ കൂടെ എന്ത് ചെയ്യണം, നിൽക്കണം. കാരണം സമൂഹത്തിൽ ജാതി മതമൊന്നും ആരും എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടാക്കി വെച്ചിട്ടില്ല. അവനവൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശവും, എന്ത് കഴിക്കണം, എന്ത് തിന്നണം, എങ്ങനെ പ്രെയർ ചെയ്യണം, എന്തൊക്കെ പ്രെയർ സാധനങ്ങൾ യൂസ് ചെയ്യണം, അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആണല്ലോ കാരണം അതിലൊന്നും കയറി എന്ത് ചെയ്യരുത്, ഇടപെടാൻ വരരുത്. കാരണം അത് അവരവരുടെ വ്യക്തിപരമാണ്. വിവരം വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അവിടെ കുത്തിയിരുന്ന് എന്ത് ചെയ്യാം, അത് പഠിക്കുക. അതിനാണ് യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത്. പിന്നെ വിവരമുണ്ട്, വിദ്യാഭ്യാസം ഉള്ളവരാണ്, ഞങ്ങൾ വിദ്യാഭ്യാസം ഉള്ളവരാന്ന് പറഞ്ഞിട്ട് നമ്മടുത്തിൽ എന്ത് ചെയ്യരുത്, അതിന് ഇരട്ടിയായിട്ട് വരും. ഇപ്പോഴല്ല, പിന്നീട് വരും. അത് അനുഭവിക്കേണ്ടി വരും നല്ല രീതിയിൽ. അതുകൊണ്ട് ഞാനൊന്നും കാണാതെ ജീവിക്കുന്ന ആളല്ല. ഞാൻ എൻ്റെ ലൈഫിൽ വർഷങ്ങളോളം കാത്തു വെച്ചിരുന്ന പല കാര്യങ്ങളുണ്ട്. അന്ന് ഞാൻ സൈലൻ്റ് ആയിരുന്നു, വളരെ സൈലൻ്റ് ആയിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തു, ഇത്രയും കാലം ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ എങ്കിലും ഞാൻ വിട്ടു, വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇനി എനിക്കത് വിടേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞായറാഴ്ച ഒരു ദിവസം പായിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരാൾ പാസ്റ്റർ ആവത്തില്ല. പൈസയ്ക്ക് വേണ്ടി ആളുകളെ കൂട്ടി ബിസിനസ് ചെയ്യണമെങ്കിൽ അവിടെ എന്തെല്ലാം വഴികളുണ്ട് അല്ലേ? ദൈവത്തിന് വിറ്റ് കാശുണ്ടാക്കണ കുറെ ചേറ്റകൾ, പാവപ്പെട്ടവർക്ക് കുറെ കഞ്ഞിയും കൊടുത്ത്, പുക ചോദിക്കുന്ന കഞ്ഞിയും കൊടുത്തിട്ട് നാട്ടുകാരെ കൂട്ടുപിടിച്ചിട്ട് ആളുകൾക്കിട്ട് ഒറ്റ പണിയാൻ വരുന്ന പാസ്റ്റർ
അവന് ഞാൻ എന്ത് പേരിടണം കണ്ണ? ഞാൻ പിന്നെ പറയാം. ഇപ്പം പൊറോട്ടയും ചില്ലി മഞ്ചൂരിയൻ കൂട്ടി നമുക്ക് ശാന്തി എടുക്കാം. നല്ല മുന്തിരി ജ്യൂസാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, അസൂയക്കും കഷ്ണിക്കും മരുന്നില്ല. അതുകൊണ്ട് ചില്ലി മഞ്ചൂരി കഴിച്ചാൽ മതി, മാറിക്കോളും. മൂക്കൂട്ടി ആളെല്ലാം വരുത്തിയിട്ട് അനിയത്തിയ പെങ്ങളാ എന്താ ഡയലോഗ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശാന്തി.